ഹായ് ഓൾ, കുറേ നാളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം 1 month ആയി തോന്നുന്നു വീഡിയോ ചെയ്തിട്ട്. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാലും എനിക്ക് നേരം കിട്ടുന്നില്ല. ഷോപ്പിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, പിന്നെ സ്റ്റാഫിൻ്റെ കുറവുണ്ടായിരുന്നു. ഉണ്ടായിരുന്ന ഒരു ഡിസൈനർ പോയി. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പം ഞാനിന്ന് വിചാരിച്ചു, ഇയർ എൻഡിങ് അല്ലേ, നാളെ ഫസ്റ്റാണ്, Jan 1 ആണ്. അപ്പം ഈ ഇയർ ഒരു വീഡിയോ കൂടി എടുത്തിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ്, അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് അതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ആണ് സ്കൂളിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നത്. പോയി ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ മോർണിംഗ് ഡ്രിങ്ക്സ് ഞാൻ ഉണ്ടാക്കണത് ഞാൻ കാണിച്ചു തന്നിരുന്നു. മോർണിംഗ് ഡ്രിങ്ക്സ് ഞാൻ കുടിച്ചു. ഇനിയിപ്പോൾ ഇവിടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് മുമ്പായിട്ട് കുറച്ച് നട്ട്സും ഇതും ഞാൻ ഇന്നലെ പോയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. കാര്യം ഷോപ്പിൽ നൈറ്റ് വർക്ക് വരുമ്പോൾ നമുക്ക് നല്ല വിശപ്പാണ്, ക്രേവിങ്സ് ആണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ വറവ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ കൂടുതലും സ്കിൻ വേണമല്ലോ. ഇപ്പം ഇതെൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, രാവിലത്തെ ഫേസാണ്. ഒന്നാമത് ഇന്നലെ വെയിൽ കുറേ, 2 വീലറിലാണ് കൂടുതലും പോകുന്നത്. അപ്പോൾ വെയിൽ നന്നായി അടിച്ചിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് പാക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് കുളിക്കണം. കയ്യിലൊക്കെ നല്ലോണം ടാനാണ്. ഓറഞ്ച് വാങ്ങിച്ചിട്ടൊന്ന് മസാജ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതിന് പോലും എനിക്ക് നേരം കിട്ടുന്നില്ല. അപ്പം ഇനി അത് വാങ്ങിച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഞാനപ്പോഴേക്കും ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നട്ട്സ് ഞാൻ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു ഡേറ്റ്സ് ഉണ്ട്, പിന്നെ ഇത് സ്ട്രോബെറിയുടെ ഡ്രൈ സ്ട്രോബെറിയാണ്, കിവി ഉണ്ട്, പിന്നെ ഇത് മാംഗോ ഡ്രൈ ആണ്, വാൾനട്ട് എടുത്തിട്ടുണ്ട് ഞാൻ, പിന്നെ ഇത് റിൻസ് ഉണക്കമുന്തിരിയാണ്. പിന്നെ ഞാൻ ക്യാഷ് എടുത്തത് ഞാൻ പ്ലെയിൻ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കിഷ്ടം ഇതാണ്, റോസ്റ്റഡ് ക്യാഷു ആണ്. അപ്പോൾ ഇതാണ്. ഇതപ്പോൾ രാവിലെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. കിവിക്കൊരു പുളിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിത് ന്യൂ ഇയർ അല്ലേ, പുതിയ റെസൊല്യൂഷനാണ് ഹെൽത്തി ഫുഡ്. എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കും അറിയില്ല. ഷുഗർ ഞാൻ കട്ട് ചെയ്തു കംപ്ലീറ്റ്ലി. എനിക്ക് കുറച്ച് കുടവയറുണ്ട്, അപ്പം ഞാനത് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടും ഷുഗർ ഞാൻ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു. പിന്നെ വറവും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ വിശക്കുമ്പോൾ എന്തായാലും സ്നാക്സ് കഴിക്കാണ്ടിരിക്കില്ല എന്ന് എനിക്കറിയാം. ഷുഗർ എന്തായാലും നമുക്ക് കട്ട് ചെയ്യണതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഷുഗർ ഞാൻ കട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും ഡേറ്റ്സും ഒക്കെ വാങ്ങിച്ചു, നട്ട്സും വാങ്ങിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വേഗം കഴിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കട്ടൻ ചായ, രാവിലെ ഞാൻ കട്ടൻ ചായ കുടിക്കാറുണ്ട്. ഇത് വിത്തൗട്ട് ഷുഗർ ആണ്. ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഷുഗർ ഇന്നലെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എത്ര ദിവസം ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇന്ന് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പം. ഇത് അത്തൂസിൻ്റെ ബിസ്ക്കറ്റാണ്, ഇടിയപ്പമാണ്. അപ്പം ഞാൻ ഇടിയപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം എന്ന് പറയുന്നത്. പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കുടിക്കുന്നത് എനിക്കിഷ്ടം. അപ്പോൾ തേങ്ങാപ്പാൽ, കടലക്കറി. കടലക്കറി വിത്ത് കോമ്പിനേഷൻ ഞാൻ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ സീരിയൽ രാവിലെ തന്നെ വരുമല്ലോ. അപ്പോൾ രാവിലെ സീരിയൽ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പതിവ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഷോപ്പിലോട്ട് പോകാൻ ഞാൻ റെഡിയായി. പോണതിന് മുമ്പ് എനിക്കൊരു ഇത് എൻ്റെ വാച്ചാണ് കേട്ടോ.
ടൈറ്റാൻ്റെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാച്ചാണ്. പോയി ആകെ ഈ ഒരു വാച്ച് മാത്രമേ ഉള്ളൂ ഇപ്പം എനിക്ക്. ഞാൻ പോകാനിറങ്ങിയപ്പോൾ എനിക്ക് കൊറിയർ വന്നു. ഞാൻ നൈക്കയിൽ നിന്ന് പ്ലിക്സിൻ്റെ ഒരു കൊളാജിൻ്റെ ടാബ്ലറ്റ്സ് ഓർഡർ ചെയ്തിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാനിതിൻ്റെ കൊളാജിൻ്റെ പൗഡറാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ പൗഡർ മാറ്റിയിട്ട് കൊളാജിൻ്റെ ടാബ്ലറ്റ് ആക്കി. പ്ലിക്സിൻ്റെയാണ്. ഇത് 4 എണ്ണം ഉണ്ട്. 4 എണ്ണത്തിന് 999 റുപ്പീസ് ആണ്ടാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയുണ്ട് എന്നറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ ബോക്സ് തുറന്നിട്ട് ഒരു ടാബ്ലറ്റ് അതിലോട്ടിട്ട് പിന്നെ വെള്ളത്തിൽ അതിങ്ങനെ അലിഞ്ഞ് പോയിക്കോളും. ഇനി അത് കുടിച്ചാൽ മതി. ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും നമുക്ക് വേണ്ടിയിട്ടാണല്ലോ കുടിച്ചു. ഞാനിപ്പോൾ ഷോപ്പിലോട്ട് എത്തി. ഇതെൻ്റെ ഷോപ്പിലത്തെ മിററാണ്. പുതിയ ഒരു ബോർഡ് ഞാൻ വെച്ച്, ഞാനവിടെ ഒരു നെയിം ബോർഡ് വെച്ചു. പിന്നെ പുറത്ത് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ബോർഡും കൂടി വെച്ചു. ലൈറ്റുള്ള ഒരു ബോർഡ് ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ അതൊക്കെ ചെയ്തു. ഇതാണ് ഷോപ്പ് ആകെ കൂടി അലങ്കോലമായി കിടക്കുകയാണ്. അപ്പം ഇന്നലെ ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ട് ടയേർഡായതുകൊണ്ട് ക്ലീനിങ് നടന്നില്ല. അപ്പം ഇന്നും എനിക്കൊരു സുഖം തോന്നുന്നില്ല. അപ്പോൾ അത് കാരണം ഇന്നും ക്ലീനിങ് എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ലോ പ്രഷറായിട്ടായിരിക്കും വയ്യായിക വന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പുറത്ത് ഫാദറിൻ്റെ ഷോപ്പാണ്, അവിടെ പോയിട്ട് ഉപ്പിട്ട സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മ ഉപ്പിട്ട സോഡ ഉണ്ടാക്കി തരികയാണ്. ഞാൻ സോഡ സർവത്തും ഉപ്പിട്ട സോഡയൊക്കെ ഞാൻ ഉമ്മയുടെ കയ്യിൽ നിന്ന് അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് അപ്പുറത്ത് തന്നെ, എൻ്റെ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അവരുടെ ഷോപ്പ്. അത് മൊത്തം വാപ്പാടെ ഷോപ്പ് തന്നെയായിരുന്നു. ഇപ്പം ഞാനത് 2 ആക്കി എടുത്തിട്ട് എനിക്കും കൂടി ഷോപ്പ് എടുത്തതാണ്. അപ്പോൾ രാവിലെ തുടങ്ങി വല്ലാത്ത തലകറങ്ങണ ഒരു അസ്വസ്ഥത തോന്നിയിട്ടാണ് ഞാനത് കുടിക്കാൻ വന്നത്. ആക്ച്വലി എനിക്ക് ലോ പ്രഷർ ഉണ്ട്. അപ്പോൾ ലോ പ്രഷർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കുടിക്കാൻ വേണ്ടി പോയത്. പ്രഷറിന് പക്ഷേ ഞാൻ ചെക്ക് ചെയ്തില്ല. എപ്പോഴും ലോ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളൊരു റീസൺ നമുക്കുണ്ടാവുമല്ലോ. പിന്നെ ഉപ്പിട്ട സോഡ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ, മധുരത്തേക്കാളും. അപ്പം ഇത് കുടിച്ച് കഴിയുമ്പോൾ ഒന്ന് ഉഷാറാവും. അത് കഴിഞ്ഞിട്ടൊന്ന് ഷോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മ ഇങ്ങനെ സർവത്ത് ഉണ്ടാക്കി തരണം കേട്ടോ. ഞങ്ങൾ കടയുടെ അടുത്തായിട്ട് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഉപ്പിട്ട സോഡ റെഡിയായി. ഞാനത് കുടിക്കുകയാണ്. കുടിച്ചപ്പോൾ നല്ലൊരു സുഖമുണ്ട്. പക്ഷെ ഫുള്ള് കുടിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പിന്നെ കടയിലെത്തി ആകെ അവശതയായി, ടയേർഡായി, കിടപ്പായി. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ, ക്ഷീണം. കുറച്ച് ദിവസമായിട്ട് നൈറ്റ് വർക്ക്. അങ്ങനെ ഷോപ്പിലെത്തിയിട്ട് ക്ലീനിങ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്. ക്ലീനിങ് ചെയ്യാനിരിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഞാൻ ആകെ കൂടി ടയേർഡായി. എനിക്ക് തോന്നുന്നു പ്രഷർ ലോ ആയതാണോ എന്നറിയില്ല. പിന്നെ 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ന്യൂ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഷുഗർ കട്ടിങ് ചെയ്തിരുന്നു. ഇനി ഷുഗർ കട്ടിങ്ങിൻ്റെ ആണോ എന്നറിയില്ല. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷുഗറും കൊളസ്ട്രോളും ചെക്ക് ചെയ്യാമെന്ന് വെച്ചാൽ പ്രഷർ ലോ ആണെന്ന് എനിക്കറിയാം. ഞാൻ ഉപ്പിട്ട് സോഡ കഴിച്ചപ്പോൾ ഇറ്റ്സ് ഫൈൻ, നൗ ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ. ഇനിയിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്തായാലും, എന്താ പറയുക, ഷുഗർ ഉണ്ടോ എന്നുള്ളതും കൊളസ്ട്രോൾ ഉണ്ട്. ഏജ് ആയല്ലോ, 35 ആണല്ലോ. അപ്പം പിന്നെ അതൊക്കെ എന്തായാലും ചെക്ക് ചെയ്താണ്ട് പറ്റില്ല. പിന്നെ 2025 ന്യൂ ഇയർ വരെയാണ്. അപ്പം ന്യൂ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഞാൻ എല്ലാ ഇയറിലും ഡയറി വാങ്ങുന്നതാണ്. ഞാൻ ഡയറിയുടെ ഒരു ഇത് ഞാൻ ചെയ്തിരുന്നു. അപ്പം ഞാനിത് ഡയറി എഴുതാനായിട്ട് കൊണ്ടുവന്നതായിരുന്നു. ഓൾറെഡി ഞാൻ ഗോൾസും അച്ചീവ്സും എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഡയറി എന്ന് പറയുന്നത്. ഇത് ക്യൂട്ട്, വളരെ എന്താ പറയുക, വലുതുമല്ല, എന്നാൽ ക്യൂട്ടായിട്ട് ഞാനിവിടെ ഗോൾസും അച്ചീവ്സും ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെന്താ, ഇവിടെ 24ൻ്റെ എന്താ വിഷൻ ബോർഡ്, കുറേ കാര്യങ്ങൾ ഞാൻ ഇതുപോലെ കഴിഞ്ഞ വർഷം നമ്മളെന്താ പറയുക, കുറേ ഞാൻ ഡയറി വാങ്ങിച്ചിട്ട് കുറേ കാര്യങ്ങൾ കിട്ടിയപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ഗോൾസ് എഴുതിയിരുന്നു. അതിൽ ഗോൾസിൽ എനിക്ക് ഓൾമോസ്റ്റ് സക്സസ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ന്യൂ ഷോപ്പ് ഞാൻ 2024 മാർച്ചിലാണ് തുടങ്ങിയത്. പിന്നെ കുറേ ട്രിപ്പ് പോകാൻ പറ്റി. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ട്രിപ്പ് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഡൽഹി, മുംബൈ, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ഗോവ, ബാംഗ്ലൂരിലല്ല കേട്ടോ, നോർത്തിലല്ല, എന്നാലും ബാംഗ്ലൂർ പോയിരുന്നു, ഗോവ, സൂററ്റ്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ എനിക്ക് കഴിഞ്ഞ ഇയറിൽ പോകാൻ പറ്റി.
പിന്നെ എൻ്റെ ഷോപ്പ് തുടങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് 2004 അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി 2005 അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ക്യൂട്ട് ബുക്കാണ്. കുറേ കാര്യങ്ങൾ ഹാബിറ്റ്സും അല്ലാത്തതും ഒക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത ഇനി പോകേണ്ട പ്ലേസുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അറിയില്ല പോകുമെന്നുള്ളത്, പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. പിന്നെ ഓരോ മന്തിലത്തെ ഉള്ളതും ഉണ്ട്. വളരെ ക്യൂട്ടാണ് കേട്ടോ ബുക്ക്, വളരെ ക്യൂട്ട്. ഞാൻ പിന്നെ ഡെയിലിയിൽ ഞാൻ അധികം ഒന്നും എഴുതാറില്ല. ആകെ എവിടെയെങ്കിലും പോയാൽ എഴുതും, പിന്നെ ആവശ്യമുള്ളത് നോട്ട് ചെയ്യാനും, പിന്നെ സ്പെൻഡ് ചെയ്യണ മണി. അപ്പം ഞാൻ വിചാരിച്ചത് ഈ പ്രാവശ്യം സ്പെൻഡ് ചെയ്യണ മണി ഇതിൽ എഴുതണ്ട, സ്പെൻഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണ മണി ഇതിൽ എഴുതാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു ഡയറി ഷോപ്പിലോട്ട് വാങ്ങിച്ചു. ഇത് നോർമൽ ഡയറി ആട്ടോ, അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല, സാധാരണ ഒരു ഡയറി. ഇത് ഞാൻ ഷോപ്പിലോട്ട് നമുക്ക് ഡെയിലി ഉള്ള എന്താ പറയുക ചിലവുകളുണ്ടല്ലോ, ചിലവ് വരവ് കണക്കുകൾ, അത് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഓൾറെഡി ഞാനൊരു ലാപ്പ് എടുത്തിട്ടുണ്ട്, പക്ഷെ കൈ കിട്ടിയിട്ടില്ല സാധനം, പുറത്തുനിന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് കൈ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലോട്ടൊക്കെ ഇത് ചെയ്യാം. എന്നാലും നമുക്ക് ഡയറി എഴുതുന്നത് ഒരു വേറൊരു എന്താ പറയുക വികാരമാണ്. എനിക്ക് കുഞ്ഞിലേ തൊട്ട് ഞാൻ 6ാം ക്ലാസ് തുടങ്ങി ഡയറി എഴുതാറുണ്ട്. കുറേയൊക്കെ ഡയറി എഴുതിയിട്ട് ഞാൻ തന്നെ പിന്നീട് വായിച്ച് നോക്കുമ്പോൾ കുറേ മണ്ടത്തരങ്ങൾ എത്തിയിട്ട് കത്തിച്ചളഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഗ്യാപ്പിൽ ഞാൻ എഴുതിയിരുന്നില്ല, പിന്നെ വീണ്ടും എഴുതാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 2-3-4 വർഷമായിട്ട് ഞാനിപ്പോൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ 2 ഡയറി, ഇത് ആർട്ട് ലൂമിൻ്റെയാണ്, നല്ല ഡയറി കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡയറി. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ കറണ്ട് പോയി, ഭയങ്കര ചൂടാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രിസിറ്റി പോകുന്നുണ്ട്. ഇപ്പം ജനറേറ്റർ ഉണ്ട് ഓൾറെഡി, പക്ഷേ ജനറേറ്റർ ഓൺ ചെയ്യുമ്പോഴേക്കും ഇവിടെ കറണ്ട് വരും. അതുകൊണ്ട് ജനറേറ്റർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരു പോക്കറ്റ് ഡയറിയാണ്. ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ഡയറിയാണ് കേട്ടോ. ഞാനിങ്ങനെ ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്, ടു ഡു ലിസ്റ്റ് അല്ല, ഞാനിത് ഫ്രണ്ടിലേക്ക് കുറേ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും എമർജൻസി നമ്പേഴ്സ്, പിന്നെ എന്തെങ്കിലും വാങ്ങാനുള്ളത്, കാരണം മിക്ക ദിവസം എന്തെങ്കിലും വാങ്ങാനുണ്ടാവും ഷോപ്പിലോട്ട്. ഒന്നില്ലെങ്കിൽ കട്ട് ബീഡ്സ്, ലൈനിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഓർമ്മ എന്ന് പറയുന്നത് തീരില്ലാത്തൊരു വ്യക്തിയാണ്, മെമ്മറി വളരെ കുറവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനൊരു കുട്ടി ഡയറി, ഇത് ബാഗിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് ഡേ ടു ഡേ ലൈഫിന് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇത് ഷോപ്പിലോട്ട് ഉണ്ടായത്. അങ്ങനെ 3 ഡയറി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എഴുതാനൊന്നും ഇരിക്കൊന്നുമില്ല. അപ്പോൾ 2025 എൻ്റെ ഫസ്റ്റത്തെ ഗോൾ ഇതാണ്. അപ്പം ഞാൻ 2025 ആകുമ്പോഴേക്കും ലാപ്പ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ലാപ്പ് എടുത്തിട്ടുണ്ട്, കയ്യിൽ കിട്ടിയിട്ടില്ല, കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. HP-യുടെ എൻബയുടെ 360-യുടെ ക്യാമറ, 360-യുടെ ലാപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ എനിക്കിനി 2025 എൻ്റെ ഗോൾസിലൊന്നെന്ന് പറയുന്നത് എന്താ പറയുക, ഇതിൻ്റെ ഷോപ്പിൻ്റെ ഉൾഭാഗത്തുള്ളൊരു പുറത്ത് ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. പിന്നെ ഈ കാണുന്നത് ക്രിസ്മസ് ട്രീ ആണ്. ട്രീ എടുത്തിട്ടില്ല, ന്യൂ ഇയർ കഴിഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ ഇനി 2025 അടുത്തൊരു ഗോളെന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫോൺ എടുക്കണമെന്നുണ്ട്. കാരണം എൻ്റെ ഫോൺ എന്ന് വെച്ചാൽ 2 ഫോണുണ്ട്. ഓൾറെഡി ഒന്ന് OnePlusൻ്റെയാണ്, പക്ഷെ OnePlusൻ്റെ ഫോൺ എന്ന് പറയുന്നത് ഒരു 5-6 വർഷമായി. ഇപ്പം അതൊരു ക്യാമറയൊന്നും ഒരു സുഖമില്ല. പിന്നെ എന്ന് പറയുന്നത് കടയിലത്തെ ഫോൺ എന്ന് പറയുന്നത് സാധാ ഒരു വിവോൻ്റെ ഫോണാണ്. അതിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോയും ഫോണും ഫോട്ടോസും എല്ലാവരും ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും ഞാൻ വീഡിയോസ് ഇൻസ്റ്റയിൽ ഇടുമ്പോൾ ക്ലാരിറ്റി കുറവാണെന്ന് പറയുന്നു. പിന്നെ ഞാൻ അത്രയും എക്സ്പേർട്ടൊന്നുമല്ല വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്ന രീതിയിൽ, നല്ലതാണെന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ എടുത്ത് കണ്ടൻറ്റ് ഇടുന്നുള്ളൂ. അപ്പം എനിക്ക് നല്ലൊരു ഫോൺ കിട്ടണമെന്നുണ്ട്, ക്യാം നന്നായിരിക്കണം എന്നുള്ള, ക്യാമിൻ്റെ ആണ് മെയിൻ ഇത് കേട്ടോ. അല്ലാതെ ഞാൻ ഫോൺ വേറെ കാര്യമായിട്ടുള്ള യൂസൊന്നുമില്ല. ഓൺലി ഇൻസ്റ്റാഗ്രാം റീൽസ് കാണും, യൂട്യൂബ് കാണും, പിന്നെ കുറച്ച് സീരിയലുകൾ, അങ്ങനെ കുറച്ച് കണ്ടൻറ്റുകൾ അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. അതായത് വല്ല ഭയങ്കര കാര്യമായിട്ടുള്ള യൂസൊന്നും എനിക്ക് ഇതുകൊണ്ടില്ല. പിന്നെ ഞാൻ ഇന്ന് നൈക്കിയിൽ ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നൈക്കിയുടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഡെലിവറി മൊത്തം ഷോപ്പിലോട്ടാണ് വരുന്നത്. ഷോപ്പുള്ള കാരണം ഷോപ്പിലോട്ടാണ് ഡെലിവറി വരുന്നത്. അപ്പോൾ ഇന്നൊരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു, നൈക്കിയുടെ ഡെലിവറി. ഇത് എന്ന് വെച്ചിട്ട് ഇതിൽ പ്രത്യേകിച്ച് പെട്ടി കാണുമ്പോൾ വലുതായിട്ട് തോന്നും, ഇതിൽ പ്രത്യേകിച്ച് ഉള്ളതായിട്ടുള്ളത് എനിക്കും അറിയില്ല. ഇതൊക്കെ ഇവിടുത്തെ ഐറ്റംസാണ്, പേൾപ്പിൻ്റെ ഒക്കെയാണ്. അപ്പോൾ നൈക്കിയുടെ ഈ ബോക്സ് ഞാൻ അൺബോക്സ് ചെയ്യാം. ഇതിൽ എനിക്ക് തോന്നുന്നു
സൺസ്ക്രീൻ സ്പ്രേ എൻ്റെ തീർന്നു. അത് ഞാനൊരു അബദ്ധം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർത്തില്ലേ, എർത്തൃതത്തിൻ്റെ സ്പ്രേ സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിച്ചിട്ട് പൗച്ചിലിട്ട് വെച്ചു. പക്ഷെ അത് എങ്ങനെയോ പൊട്ടി അതിൻ്റെ ഉള്ള ഗ്യാസ് മൊത്തം പോയി. അത് വേസ്റ്റായിപ്പോയി. എൻ്റെ പൈസ 349 രൂപ എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ സൺസ്ക്രീനിന് നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സൺസ്ക്രീനിനാണ്. സൺസ്ക്രീൻ മസ്റ്റാണ്. ഓൾറെഡി എൻ്റെ കൈയൊക്കെ ഡാർക്കായിരിക്കും. ഫേസും ഇതും കണ്ടാലറിയാം ഭയങ്കര ഡാർക്കാണ് സൺ ടാൻ അടിച്ചടിച്ചടിച്ചിട്ട്. ഞാൻ എന്ത് ചെയ്തിട്ട് അത് പോകുന്നില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ അതെങ്ങനെ ഇതിൽ ഓൾറെഡി കുറേ പേപ്പർ കുത്തി വെച്ചിട്ടുണ്ട്. എന്താണാവോ ഈ പേപ്പർ കുത്തി വെക്കണമെന്ന് മാത്രം അറിഞ്ഞത്. ചെറിയൊരു ബോക്സിലിട്ടാൽ പോരല്ലേ. അപ്പം ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ മെയിനായിട്ട് ഓർഡർ ചെയ്ത സാധനം എന്ന് പറയുന്നത്. ഇത് സൺസ്ക്രീൻ സ്പ്രേ, അക്കോളജിക്കയുടെ സൺസ്ക്രീൻ സ്പ്രേ ആണ്. ഞാൻ പുറത്ത് പോകുമ്പോൾ ബാഗിൽ ഞാൻ സൺസ്ക്രീൻ ഇടാറുണ്ട്. പക്ഷേ നമുക്കിത് എന്താ പറയുക, ഇതാ സ്പ്രേ കേട്ടോ, ഇതാ സ്പ്രേ വരുന്നത്. പുറത്ത് പോകുമ്പോൾ സ്മെല്ലൊന്നും കാണില്ല. പുറത്ത് പോകുമ്പോൾ ബാഗിൽ ക്യാരി ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും. സ്പ്രേ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കതൊന്ന് ഇത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാനൊരു നല്ല സ്പ്രേ നോക്കി വാങ്ങിച്ചതാണ്. അപ്പോൾ റിവ്യൂ കണ്ടപ്പോൾ ഇത് വളരെ കുഴപ്പമില്ലാന്ന് തോന്നി, അപ്പോൾ ഇത് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ കോമൺലി ഞാൻ പറഞ്ഞില്ലേ ഞാൻ വാങ്ങാറുള്ളൊരു സ്പ്രേ ആണ് എർത്തൃതത്തിൻ്റെ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എവിടെയോ പൊട്ടിയിട്ടത് ആകെ കൂടി പോയി. അപ്പോൾ ഇത് ബാഗിലിട്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് 2 എണ്ണം ഓർഡർ ചെയ്യാൻ. അല്ലെങ്കിൽ പ്രൈസ് നോക്കുമ്പോൾ ഇത് 349, അത് 500 സംതിങ് ആണ് വരുന്നത്. പ്രൈസ് അഫോർഡബിൾ ആയിട്ടുള്ളത് ഇതാണ്. പക്ഷേ ഇത് എന്താ പറയുക, ബാഗിലൊക്കെ ഇടുമ്പോൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ പോയി, എല്ലാം മൊത്തമായിട്ട് അങ്ങോട്ട് പോകും. അത് കാരണം പിന്നെ ഇത് ഫ്രീ കിട്ടിയാണ് കേട്ടോ. ഇത് അക്കോളജിക്കയുടെ ഡീടാൻ്റെയാണ് സൺസ്ക്രീൻ. ബാഗിലിട്ടിടാം. ഞാനൊരു എന്താ പറയുക, ഇതെന്ന് വെച്ചാൽ എൽഫിൻ്റെ മറ്റേ ഐബ്രോ പെൻസിലാണ്. ഇതും ഞാൻ എന്താ പറയുക വാട്സ് ഇൻ മൈ ബാഗ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അതിൽ ഞാൻ കുറച്ച് മേക്കപ്പ് ഐറ്റംസിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഐലൈനർ, കാഴ്ചകൾ. അപ്പോൾ ആ കൂട്ടത്തിലിടാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി എൻ്റെ വലുതോരണം ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ റേറ്റും വളരെ കുറവായി അഫോർഡബിൾ ആയിരുന്നു കൊണ്ട് ഞാനത് വാങ്ങിച്ചതാണ്. പിന്നെ നെയിൽ പോളിഷ്. എനിക്ക് യെല്ലോ എന്ന് പറയുന്ന കളറിനോട് വല്ലാത്തൊരു ക്രേസാണ്. കുറച്ച് നാളായിട്ട് ഞാൻ എന്തെടുത്താലും യെല്ലോയിലോട്ട് പോകുന്നൊരു അപ്പം ഞാൻ യെല്ലോൻ്റെ നെയിൽ പോളിഷ് ഒരു 2-3 കളർ, നല്ലത് ഏതാണെന്ന് അറിയില്ല. ഇത് ഒരു എന്താ പറയുക, ഏത് യെല്ലോയോ ആയത് സിസ് ബ്യൂട്ടിയുടെയാണ്. യെല്ലോ ഷെയ്ഡ് ഏത് യെല്ലോ ആണെന്ന് അറിയില്ല. ഇതൊരു യെല്ലോൻ്റെ ഒരു നെയിൽ പോളിഷാണ്. പിന്നെ ഞാൻ വേറൊരെണ്ണം ഫേസ് കാനഡയാണ് തോന്നുന്നത്. ഫേസ് കാനഡ ഇത് വേറെ ഒരു ഇതാണ്, കളറാണ്. കുറച്ച് ബ്രൈറ്റ് കളർ ഇടാൻ വെച്ചാൽ എൻ്റെ കാലെന്ന് വെച്ചാൽ ഡാർക്ക് ആണല്ലോ. അപ്പോൾ ലൈറ്റ് കളേഴ്സ് ഇടുമ്പോൾ വലിയ കാര്യമായിട്ട് അത് കാണുന്നില്ല. അതായിരുന്നു കൊണ്ട് കുറച്ച് ഇതായിട്ടുള്ളത് ഇടാമെന്ന് വിചാരിച്ചു. ഇത് എല്ലയുടെ ഇതും യെല്ലോ ഷെയ്ഡ് തന്നെയാണ്. രണ്ട് തരം യെല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. കാണുമ്പോൾ ഏകദേശം ഒരേപോലെ തോന്നുന്നുണ്ട്. ഇട്ട് നോക്കുമ്പോൾ അറിയാം ഏത് യെല്ലോ ആണ് നല്ലതെന്നുള്ളത്. ഞാനൊരു 3 ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഷെയ്ഡ് വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ കുറച്ചും കൂടി വാങ്ങണം. കുറച്ച് റേറ്റൊക്കെ കുറഞ്ഞിട്ട് ഒന്നുകൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ നൈക്കയുടെ ബോക്സിൽ നിന്ന് വന്നത്, അൺബോക്സ് ചെയ്തതും. ഇനിയിപ്പോൾ എനിക്ക് ലൈനിങ് എടുക്കാൻ പോകണമായിരുന്നു. ഇപ്പോൾ ലൈനിങ് ഒന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ അത് ആവശ്യത്തിനുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക, എനിക്ക് നാളെ വൈഫൈയുടെ കണക്ഷൻ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ വൈഫൈയുടെ കണക്ഷൻ്റെ മോഡം ഒന്ന് ചെക്ക് ചെയ്യണം, മോഡം നോക്കണം. അതൊരാളോട് പറഞ്ഞിട്ടുണ്ട്. CCTV ക്യാം ഇവിടെ ഈ റൂമിൽ CCTV ക്യാം ഇല്ല. നിങ്ങൾക്ക് റൂം കണ്ടാൽ ഇനി മനസ്സിലാവുന്നതാണ്. ഈ റൂമിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ CCTV ക്യാം ഇല്ല. അപ്പോൾ CCTV ക്യാം നാളെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വൈഫൈ ഈ മോഡം വേണം. എനിക്ക് എല്ലാവിഷൻ്റെ കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ വൈഫൈ മോഡം വാങ്ങാൻ വേണ്ടിയിട്ട് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്നും വിചാരിച്ചു. ഇതൊക്കെ നടക്കുമെന്നറിയില്ല, നമുക്ക് നോക്കാം.
അത്തൂസ് ഷോപ്പിലിരുന്ന് ഇത് കളിക്കുകയും ചെസ്സ് ഒറ്റയ്ക്കിരുന്ന് കളിക്കണേ എന്നിട്ട് കളിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അവൻ ഒറ്റയ്ക്കിരുന്ന് കളിക്കേ. അതിൻ്റെ ഒപ്പം തന്നെ അവൻ ടാബിൽ വീഡിയോയും കാണുന്നുണ്ട്. ഇത് കലണ്ടറാണ്, മൈ ഡെസ്റ്റിനേഷനിൽ നിന്നിട്ടുള്ള കലണ്ടർ വാങ്ങിച്ചേക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള കലണ്ടറാണ്. 1-ാം തീയതി ആയിട്ട് വേണം അതുപോലെ എഴുതാൻ വേണ്ടിയിട്ട്. അവനങ്ങനെ ഒറ്റയ്ക്ക് ചെസ്സ് കളിച്ച് എൻ്റെ ക്യാബിൻ ഫുള്ള് ഇതായിട്ടിരിക്കുക. ഞാൻ ഇതുവരെ അറേഞ്ച് ചെയ്തിട്ടില്ല. ഇത് ട്രീ ആണ്. ഇതാണ് ഷോപ്പിൻ്റെ ഉള്ളിൽ. ആകെ ഇപ്പോഴും അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. കട്ടിങ് റൂം ഞാനില്ലെങ്കിൽ കട്ടിങ് മാസ്റ്റർക്ക് ബാക്കിയുള്ളവർ വരണം കാണാൻ വേണ്ടിയിട്ട് തുറന്നിട്ടേക്കാണ്. ഇതാണ് ഞങ്ങളെ കട്ടിങ് റൂം. ഞാനപ്പോൾ ബില്ലിടാനായിട്ട് മറന്നുപോയൊരു കസ്റ്റമറുടെ. അപ്പം ബില്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ബില്ല് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബില്ലൊക്കെ സെറ്റാക്കി ഓരോ കൊടുക്കാനുള്ള എല്ലാവരെയും ബില്ലിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് ചില നേരത്ത് ഭയങ്കര ഓർമ്മക്കുറവുള്ള കാരണം കൊണ്ട് വിട്ടു പോകും. അപ്പോൾ എല്ലാം എഴുതിയിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. സെൻഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഷോപ്പിൻ്റെ ഈവനിങ് ടൈം ഞാൻ പുറത്ത് പോയി വന്നിട്ട് എന്താ പറയുക വിശന്നിട്ട് വയ്യായിരുന്നു. ഞാൻ പോയിട്ട് സ്നാക്സ് വാങ്ങിച്ചു. അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ വീട്ടിലെത്തി, ഫ്രഷായി, ഫുഡ് കഴിച്ചു. ഫുഡ് ഞാൻ പൊറോട്ടയും ബീഫല്ല പൊറോട്ടയും ചിക്കൻ കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ച് അത് കഴിച്ചു. ഇനി രാത്രിയിലത്തെ സ്കിൻ കെയറിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ സ്കിൻ കെയറിൽ ഫസ്റ്റ് തന്നെ ലിപ് ബാം ഇടയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനിന്ന് ആകെ ടയേർഡായിരുന്നു. ഷുഗർ കട്ട് 2 ദിവസം ചെയ്തു. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ വളരെ ലോ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഷുഗർ കട്ട് എന്നുള്ള പരിപാടി ഞാൻ അവസാനിപ്പിച്ചു. അപ്പോൾ എൻ്റെ 2025 റെസൊല്യൂഷനായിട്ടുള്ള വൺ ഓഫ് ദ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഷുഗർ കട്ട് എന്നുള്ളത് ഞാൻ പരിപാടിയായി നിർത്തി. ആക്ച്വലി ഞാൻ പറഞ്ഞു ഇന്നലെ തുടങ്ങി ഞാൻ ഷുഗർ കട്ട് എന്നുള്ള ഒരു പരിപാടി ആരംഭിച്ചതാണ്. പക്ഷേ എനിക്ക് തീരെ ഇന്ന് രാവിലെ തീരെ പറ്റുന്നില്ല, തല കറങ്ങുന്ന പോലെ. അപ്പോൾ എനിക്ക് ലോ പ്രഷർ ഉള്ളതുകൊണ്ട് ഞാൻ അതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ പ്രഷറൊക്കെ നോർമലായിരുന്നു. അപ്പോൾ ഷുഗർ എനിക്ക് ലോ ആണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഞാൻ ഇതിനു മുമ്പ് ഷുഗർ കട്ട് ചെയ്തപ്പോൾ സെയിം ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് ഈ പ്രഷറിൻ്റെ ഇഷ്യൂ ആണെന്നുള്ളതാണ്. ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഷുഗർ നിർത്താൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാനത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. എൻ്റെ 2025 ആ റെസൊല്യൂഷൻ ഞാൻ മൊത്തമായിട്ട് അങ്ങോട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഓട്ടവും സ്റ്റാഫ് കുറവായിരുന്നു എന്താ പറയുക ഷോപ്പിൽ. അപ്പോൾ പിന്നെ അതിൽ കൂടി നല്ല ഹറിബറി ആയിരുന്നു. അപ്പം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നാളത്തെ നാളെ കുറച്ച് ഹെക്ടിക് ഡേ ആണ്. ഫസ്റ്റ് 1-ാം തീയതി ആയിട്ട് 2-3 കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കാനുണ്ട്. പിന്നെ കടയിൽ ഞാൻ നല്ല വൈഫൈ കണക്ഷൻ എടുക്കണം. പിന്നെ CCTV കണക്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഞാൻ എറണാകുളത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചാണ്. എറണാകുളത്ത് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. പർച്ചേസിങ് എന്ന് പറയുന്നത് ബ്രോഡ്വേ പോയിട്ട് കുറച്ച് ഹാൻഡ് വർക്കിൻ്റെ കുറച്ച് ബീഡ്സും കട്ട് ബീഡ്സും സാധനങ്ങളും വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു യൂണിഫോമിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുണി എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടികൾ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു എറണാകുളത്ത് പോയിട്ട്. പിന്നെ മോനും ബ്രൊക്കോളി വേണം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി. അപ്പം നമ്മുടെ ഇവിടെ കൊടുങ്ങല്ലൂർ എവിടെ ഏത് ഷോപ്പിലും ബ്രൊക്കോളി കിട്ടാനില്ല. അപ്പം ഞാൻ ലുലുവിലെങ്ങാനും പോവണമെങ്കിൽ ബ്രൊക്കോളി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ വണ്ടി ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ് കിടക്കുന്നത്, കാറ്. അപ്പോൾ അത് എടുത്തുകൊണ്ട് വരണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. പക്ഷേ ക്യാൻസൽ ചെയ്തു നാളത്തേത്. പിന്നെ 1-ാം തീയതി അല്ലേ, അപ്പോൾ 1-ാം തീയതി ആയിട്ട് പോകണമെന്ന് വിചാരിച്ചു. മറ്റന്നാൾ അപ്പോൾ എറണാകുളത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് എറണാകുളത്ത് പോയിട്ട് കട്ട് ബീഡ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഷോപ്പ് ബാക്കിയുള്ളതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഷോപ്പിലുണ്ടായിരുന്ന ഐറ്റംസിനെ കുറിച്ചും. പിന്നെ ഞാനിങ്ങനെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തതിനൊക്കെ കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവുകയാണ്. നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരെ ഓക്കെ.